പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാന്തി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലെ ശാന്തത നിങ്ങൾക്കുണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാം സുഖമാണല്ലോ അല്ലേ? കർത്താവിൻ്റെ വലിയ കരുണയും കൃപയും ഉണ്ടാകട്ടെ കേട്ടോ. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വലിയൊരു ശാന്തത നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് തരും. നല്ല ദേഷ്യമൊക്കെ വരുമ്പോൾ നല്ല ശാന്തത കർത്താവ് തരും. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ബഹുമാനപ്പെട്ട സേവകൻ വട്ടാലച്ചൻ്റെ പൈതൃകമായ സ്നേഹ വാത്സല്യങ്ങളുടെ കൂട്ടായ്മയിൽ നമ്മൾ ഈ ശുശ്രൂഷയിലേക്ക് പ്രത്യേകമായിട്ട് പ്രവേശിക്കുകയാണ്. എല്ലാ തലമുറകളെയും നമ്മൾ ഓർത്തോർത്ത് നന്ദി പറയുകയാണ്. എത്രയോ അഭിഷേകം റെക്കോർഡിങ്ങിൻ്റെ തുടക്ക കാലഘട്ടം ചിന്തിക്കുകയാണ്. അന്ന് മധ്യസ്ഥം പ്രാർത്ഥിച്ചൊരു ചിലരൊക്കെ സ്വർഗത്തിലാണ് ഈശോ സന്നിധിക്ക് വിളിക്കപ്പെട്ട് എത്ര തലമുറകളുള്ള ആൾക്കാരാണ്. ഇതിനെല്ലാത്തിനും ശുശ്രൂഷകൾക്ക് ഇത്ര വർഷങ്ങളാണ്. നമുക്ക് ഈശോയുടെ നന്ദി പറയാം. അവർക്ക് പറയാം ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ പരിശുദ്ധ രക്തം കൊണ്ട് നമ്മൾ കഴുകി വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മളെ ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ രക്തം രോഗപീഠകളിൽ നിന്ന് നമുക്ക് വിടുതൽ നൽകും. നല്ലൊരു ഡെലിവറൻസ് യേശുവിൻ്റെ തിരുരത്വത്തിൻ്റെ ഒരു അനോയിൻറ്റിങ്ങിന് വേണ്ടി ഒരു പ്രാർത്ഥിച്ച് ചെയ്യുമ്പോൾ നടക്കുന്ന കാണാൻ ഇടവന്നിട്ടുണ്ട്. ഹെബ്രായ ലേഖനത്തിൽ അതിൻ്റെ 9-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ തിരുവചനം, അവിടെ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുന്ന ഇങ്ങനെയാണ്: നിത്യാത്മാവ് മൂലം കളങ്കമില്ല. അങ്ങനെ ഈശോയുടെ രക്തത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: യേശുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നമ്മുടെ അന്ധകരണത്തെ എത്രയധികമായി നിർജീവ പ്രവർത്തികളിൽ നിന്ന് വിശുദ്ധീകരിക്കുകയില്ലേ എന്നാണ് വചനം. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അന്ധകരണത്തിലുള്ള പല ജീവൻ നൽകാത്ത പാപത്തിന്റെ പ്രവർത്തികളെയും യേശുവിന്റെ രക്തം വിടുതൽ നൽകി അനുഗ്രഹിക്കും. നമുക്ക് ഉച്ചത്തിൽ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, ഈ അഭിഷേകാന്തി ശുശ്രൂഷിക്കാണ്ട് വിളിച്ച് വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഓരോ കാലഘട്ടത്തിൽ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആരൊക്കെ ഏതൊക്കെ സമയത്ത് ഈ ശുശ്രൂഷകളിൽ പങ്കുചേർന്നാൽ അവരുടെ മേലുള്ള യേശുവിന്റെ രക്തം കർത്താവേ, ഓ ദൈവമേ, ശരീരം യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ, മനസ്സ് യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ, ആത്മാവ് യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ, എല്ലാ പൈശാചിക പീഡകളും വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഓ ദൈവമേ, പഞ്ചേന്ദ്രിയങ്ങളും വന്നിരിക്കുന്ന എല്ലാ പാപ സ്വാധീനങ്ങളും യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ.
കാരണം ഇവർ താമസിക്കുന്ന മുറികള്, വാസസ്ഥലങ്ങള്, വാഹനങ്ങള്, ഇവർക്കുള്ള സമസ്ത മേഖലകളും യേശുവേ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടണമേ. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ഭവനങ്ങളെ കട്ടിലപ്പടിയന്മേൽ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് വേർതിരിഞ്ഞ കർത്താവേ, ഇവരെയും ഇവർക്കുള്ളവരെയും ഇവരുടെ കുടുംബങ്ങൾ, സമസ്ത മേഖലകള്, വാഹനങ്ങള്, ഇവർക്കുള്ളതെല്ലാം യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് വേർതിരിക്കണമേ. രക്തത്താൽ എന്നെ കഴുകണം, കൈയടിച്ച് തിരിച്ചോര തുള്ളിയ കഴുകണം, തിരുരക്തത്താൽ എന്നെ കഴുകണം, ഡെലിവറൻസ് തിരിച്ചോര തുള്ളിയ കഴുകണം, യേശുവിന്റെ രക്തത്താൽ, തിരുരക്തത്താലെ തിരിച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമ കഴുകണമേ. തിരുരക്തത്താലെ തിരിച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമ കൈകൾ ഉയർത്തി കൈയടിച്ച് തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരിച്ചോര തുള്ളിയ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരിച്ചോര തുള്ളിയ കഴുകണമേ. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ രക്തം പിശാചിന്റെ മേൽ വിജയം നേടിത്തരുന്നു. ദൈവമേ, ഇവരുടെ മേലുള്ള പൈശാചിക ബന്ധനങ്ങൾ, രോഗപീഠകൾ, പാപ സ്വഭാവങ്ങൾ, കലക്കദോഷങ്ങൾ, കോപം, വെറുപ്പ്, വൈരാഗ്യം, ഭിന്നത, നിരാശ, കുറ്റബോധം, ഭയം, ആകുലത, ഉത്കണ്ഠ, വ്യാധി, നീരസം, എതിർപ്പ്, നിരീശ്വര ചിന്ത, യുക്തിചിന്ത, അവിശ്വാസ ചിന്തകൾ, വ്യാജ ഉപദേശത്തിന്റെ സ്വാധീനങ്ങൾ, ഇങ്ങനെയുള്ള സകലവിധ പൈശാചിക തിന്മകളും ബന്ധനങ്ങളും ആധിപത്യങ്ങളും യേശുവിന്റെ നാമത്താൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ വചനത്താൽ, യേശുവിന്റെ കുരിശിന്റെ അനുഭവത്താൽ ഇവരിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് ശാസിക്കുന്നു, ബന്ധിക്കുന്നു, വിട്ടൊഴിഞ്ഞ് നിത്യാഗ്നിയിൽ നിപതിക്കുക. പാപം ബന്ധനമെല്ലാം യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. രോഗം പാപം ബന്ധനമെല്ലാം യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. സാത്താന്റെ തന്ത്രങ്ങൾ അന്ധകാര ശക്തിയും യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. സാത്താന്റെ തന്ത്രങ്ങൾ അന്ധകാര ശക്തിയും യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരിച്ചോര തുള്ളിയ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരിച്ചോര തുള്ളിയ കഴുകണമേ. ഓ കർത്താവായ ദൈവമേ, ഇവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വംശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തലമുറ കുടുംബം വംശം പാരമ്പര്യമായി കൂടിക്കൊള്ളുന്ന എല്ലാ തരത്തിലുള്ള സ്വാധീനങ്ങൾ, ഓ ദൈവമേ, മാനസിക രോഗങ്ങൾ, അവസ്മാര രോഗങ്ങൾ, ഓട്ടിസം, തലമുറയായിട്ടുള്ള എല്ലാ തരത്തിലുള്ള തകർച്ചകൾ, ബന്ധനങ്ങൾ, ആധിപത്യങ്ങൾ, പൈശാചിക പീഡകൾ കുടുംബങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും തലമുറയിൽ നിന്നും ഇപ്പോൾ ഈ നിമിഷം വിട്ടൊഴിഞ്ഞ് നിത്യാഗ്നി നിപതിക്കാം. കുടുംബങ്ങൾ, വംശങ്ങൾ, പാരമ്പര്യമെല്ലാം യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. കുടുംബങ്ങൾ, വംശങ്ങൾ, പാരമ്പര്യമെല്ലാം യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. ആധിപത്യ ശക്തികൾ, അന്ധകാര ശക്തികൾ യേശുവിന്റെ രക്തത്താൽ തകരട്ടെ. ആധിപത്യ ശക്തികൾ, അന്ധകാര ശക്തികൾ യേശുവിന്റെ രക്തത്താൽ തകരട്ടെ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരിച്ചോര തുള്ളിയ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരിച്ചോര തുള്ളിയ കഴുകണമേ, തിരുരക്തത്താലെ തിരിച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണം കഴുകണമേ, ഞങ്ങളെ പൂർണ്ണം കഴുകണമേ. ഓ കർത്താവിന്റെ നാമ, കർത്താവിന്റെ വചന കുരിശിന്റെ അടയാളങ്ങൾ കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സമസ്ത മേഖല വിടുതൽ പ്രാപിക്കട്ടെ, സമസ്ത മേഖല വിടുതൽ പ്രാപിക്കട്ടെ. ഓ കർത്താവേ, ഓ കർത്താവേ, പഴയ നിയമ ജനതയുടെ മേൽ സ്വർഗത്തിൽ നിന്ന് മേഘസ്തംഭം എന്നതുപോലെ ദൈവമേ, പുതിയ നിയമത്തിൽ ഓ പിതാവേ, അവിടുത്തെ കരത്തിന്റെ നിറവിൽ കർത്താവ് ഇവരെ മറച്ചു പിടിക്കണമേ. അവിടുത്തെ കര ഇവരുടെ മേൽ ഉയർന്നു നിൽക്കട്ടെ. ഇവരുടെ കുടുംബത്തിന് ചുറ്റും മാലാഖമാരെ കാവൽ നിൽക്കട്ടെ, മുഖ്യ ദൂതന്മാരെ കാവൽ നിൽക്കട്ടെ. ഓ ദൈവമേ, ശോഭ 1:8 ജോബിന്റെ ഭവനത്തിന് ചുറ്റും ദൈവം വേലി കെട്ടി സംരക്ഷിച്ചു. തിരുരക്തത്തിന്റെ ഒരു കോട്ട, പിശാച് കടന്ന് വരാത്ത വിധം, തകർച്ച കടന്ന് വരാത്ത വിധം ദൈവമേ, തിരുരക്തത്തിന്റെ സംരക്ഷണ കോട്ട ഇവരുടെ മേൽ, വാഹനങ്ങളുടെ മേൽ, ഇവരുടെ ഭവനങ്ങളുടെ മേൽ, ബിസിനസ്സിന്റെ മേൽ, സ്ഥാപനങ്ങളുടെ മേൽ, സമസ്ത മേഖലകൾ ഉണ്ടാവട്ടെ യേശുവിന്റെ നാമത്തിൽ.
ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. വലിയ സംരക്ഷണം കൊണ്ട് മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ വലിയ സംരക്ഷണം, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വലിയ സംരക്ഷണം, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൻ്റെ വലിയ സംരക്ഷണം, യേശുവിൻ്റെ നാമത്തിൻ്റെ വലിയ സംരക്ഷണം, യേശുവിൻ്റെ പരിശുദ്ധ രക്തത്തിൻ്റെ വലിയ സംരക്ഷണം കൊണ്ട് നിങ്ങൾക്കുണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. വലിയ വിടുതൽ കർത്താവ് സമൂഹത്തിൽ നൽകിയിട്ടുണ്ട്. ഒരുപാട് കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. Praise the Lord. Praise the Lord. നമ്മൾ ആവർത്തിച്ച് ഇങ്ങനത്തെ ശുശ്രൂഷകൾ സംബന്ധിച്ചുകൊണ്ടിരിക്കണം. ഒരു പ്രത്യേകിച്ച് ഒരു ചില എപ്പിസോഡുകൾ നമ്പറുകളൊക്കെ ഓർത്ത് വെക്കണം. അപ്പോൾ നമുക്ക് ശരിക്കും ചില പ്രത്യേക മനോക്ഷോഭമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഡെലിവറൻസ് പ്രാർത്ഥനയെ സംബന്ധിക്കുക, ശപ്പം അനുഗ്രഹിക്കും. ചിലപ്പോൾ ചില എപ്പിസോഡ് ഇപ്പോൾ കേൾക്കുമ്പോൾ നമുക്കൊരിത് തോന്നില്ല, പക്ഷെ ഒരു സമയത്ത് നമുക്ക് ഉപകാരപ്പെടും. ചില എപ്പിസോഡ് നമ്പറുകൾ നമ്മൾ ഓർമ്മയിൽ വെക്കണം. പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. വൈകുന്നേരം നമ്മുടെ ഫേസ്ബുക്ക് യൂട്യൂബുകളിൽ ചെറിയ വാട്സപ്പ് ടോക്ക് ഉണ്ടല്ലോ, അതിൻ്റെ നമ്പറുകൾ പലരും ഓർത്ത് വെക്കും. എന്നിട്ട് ചിലപ്പോൾ പല സമയത്ത് പല ആവശ്യക്കാർക്ക് അത് ആ സമയത്ത് അങ്ങോട്ട് അയച്ചു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ നമുക്ക് ഇരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സ്വർഗം തുറക്കപ്പെടുന്ന സമയം അറിയുക. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ബൈബിളിൽ ദൈവത്തിൻ്റെ വലിയ ഒരു സങ്കടം, കാള, കഴുത, അതിൻ്റെ യജമാനൻ്റെ തൊഴുത്ത്, തിരിച്ചു വരേണ്ട സമയം ബൈബിളിലെ പറയുന്ന വളരെ യേശയ്യൊക്കെ പറയുന്ന വചനഭാഗമാണ്. ഓരോ കാലഘട്ടത്തിൽ പറക്കുന്ന ഓരോ പക്ഷികൾ അതതിൻ്റെ സമയം അറിയും. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റൽ സന്ദർശിക്കാൻ പോവുകയാണെങ്കിൽ ആ വിസിറ്റേഴ്സിനെ അനുവദിച്ചിരിക്കുന്ന സമയം അറിയണം. അല്ലെങ്കിൽ ഒരു ഓഫീസാണ്, അത് തുറക്കുന്ന സമയം അറിയണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ കൊള്ളക്കരയിൽ കറങ്ങുന്ന തറവാത രോഗി 5:7 ഉണ്ട്. അവിടെ എങ്ങനെയാണ്? അതായത് വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിൽ ഇറക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് ദൈവിക സാന്നിധ്യം ആ കുളത്തിൽ ഇറങ്ങി ആ വെള്ളം ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആരിറങ്ങുന്നോ അപ്പോൾ സൗഖ്യം പ്രാപിക്കും. നോക്കിയിരിക്കണം, ആ വെള്ളം ഇളകുന്ന സമയം അറിയണം എന്ന് പറയുന്നത് പോലെ പ്രിയപ്പെട്ട ദൈവ പൈതലേ, സ്വർഗം തുറക്കപ്പെടുന്ന ചില സമയമുണ്ട്, ആ സമയം അറിയണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എപ്പോഴൊക്കെയാണ് ബൈബിളിൽ സ്വർഗം തുറക്കപ്പെട്ടതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കണം. പുതിയ നിയമത്തിൽ ഒരുപാട് സൂചനകളുണ്ട്. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഒരു വ്യക്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം സ്വർഗം തുറക്കപ്പെടുന്ന സമയമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില രംഗങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 10 വേഴ്സ് 1-3. സ്ക്രീനിൽ വചനമുണ്ട്, നമുക്ക് ഒരുമിച്ച് അങ്ങ് വായിക്കാം. കേസറിയായിൽ കൊർണേലിയോസ് എന്നൊരുവൻ ഉണ്ടായിരുന്നു. അവൻ ഇത്താലിക്ക് എന്ന് വിളിക്കപ്പെടുന്ന സൈന്യ വിഭാഗത്തിലെ ഒരു ശതാധിപനായിരുന്നു. അവനും കുടുംബവും ദൈവഭയവും ഭക്തിയുമുള്ളവരായിരുന്നു. അവൻ ജനങ്ങൾക്ക് ഉദാരമായി ദാനധർമ്മം ചെയ്യുകയും ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നു. ഒരു ദിവസം ഏതാണ്ട് 9-ാം മണിക്കൂറിൽ കൊർണേലിയോസ് എന്ന് വിളിച്ചുകൊണ്ട് ഒരു ദൈവദൂതൻ ആഗതനാകുന്നത് ഒരു ദർശനത്തിൽ അവൻ വ്യക്തമായി കണ്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൊർണേലിയസ് എന്ന് പറയുന്ന ഇത്താലിക്ക് എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു സൈന്യവിഭാഗത്തിന് ശതാധിപനെ കുറിച്ച് ബൈബിൾ വളരെ പോസിറ്റീവായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അവൻ നന്നായി ദൈവഭക്തിയുള്ള ആളാണ്, നീതിനിഷ്ഠയുള്ള ആളാണ്, ദാനധർമ്മമുള്ള ആളാണ്, ഉപവാസം എടുക്കുന്ന ആളാണ്, സർവോപരി ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനാണ്. എന്നിട്ട് അവനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ സഹോദരി 9-ാം മണിക്കൂർ ആകുമ്പോൾ ഇതാ സ്വർഗം തുറക്കപ്പെട്ട് ഒരു ദർശനത്തിൽ ഒരു മാലാഖ, ഒരു ദൈവിക സാന്നിധ്യം വരുന്ന കാണുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി നിങ്ങൾ അടുത്ത രംഗം കാണണം. ഇത് നടക്കുന്നത് ദൂരെ അങ്ങ് വേറൊരു സ്ഥലത്ത്.
അതേ സമയം തന്നെ ഒരാളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ കൊർന്നേലിയോസ് അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊർന്നേലിയോസിന്റെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സ്വർഗം തുറക്കപ്പെടുന്ന അതേ സമയത്ത് തന്നെ മറ്റൊരു സ്ഥലത്തും സ്വർഗം തുറക്കപ്പെടുകയാണ്. അത് അപ്പസ്തോല പ്രവർത്തന 10-ാമത്തെ അധ്യായത്തിൽ തന്നെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ യാത്ര ചെയ്ത് പിറ്റേ ദിവസം നഗരത്തെ സമീപിച്ചപ്പോൾ പത്രോസ് പ്രാർത്ഥിക്കാൻ മട്ടുപ്പാവിലേക്ക് പോവുകയായിരുന്നു. ഏകദേശം 6 മണിക്കൂറായിരുന്നു. അവന് വിശന്നു, എന്തെങ്കിലും ഭക്ഷിക്കണമെന്ന് തോന്നി. അവർ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ അവനൊരു ദിവ്യാനുഭൂതി ഉണ്ടായി. സ്വർഗം തുറന്നിരിക്കുന്നതും വലിയ വിരിപ്പ് പോലൊരു പാത്രം 4 കോണിലും പിടിച്ച് ഭൂമിയിലേക്ക് ഇറക്കപ്പെടുന്നതും അവൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ കൊർന്നേലിയോസിനോട് ദൈവത്തിനോട് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ശിമയോൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, ഇന്ന സ്ഥലത്താണ്, ഇന്നയാളുടെ വീട്ടിലാണ് ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. നീ വേഗം ദൂതന്മാരെ വിട്ടിട്ട് അവനെ വേഗം വിളിച്ചുകൊണ്ട് വരിക. അവൻ ചില രക്ഷ നൽകുന്ന ചില കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു തരും. അതേ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? പത്രോസിലേക്ക് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് കുറേ സമയം കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ച് പത്രോസിലേക്ക് തന്റെ ഭക്ഷണം കഴിക്കണം തോന്നിയിട്ട് ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ സ്വർഗം തുറക്കപ്പെട്ട് വലിയൊരു ആത്മീയ ദർശനം കൊടുക്കുകയാണ്. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതിന്റെ ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വ്യക്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം നിസാര സമയമല്ല. നമ്മൾ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ചെല്ലിച്ചുകൊണ്ടിരിക്കുന്ന സമയം നിസാര സമയമല്ല. അവിടെ സ്വർഗം തുറക്കപ്പെടുകയാണ്. ഞാൻ ഓർക്കാണ് പണ്ടൊരു ഫാമിലി പറഞ്ഞ് ഞാൻ ഓർക്കുന്നല്ല, അത് ഞാൻ എന്ന് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു സാധനം. അതിതാണ് സഹോദരങ്ങളെ, അഭിഷേകാഗ്നി ശുശ്രൂഷയുടെ സമയം സ്വർഗം ഞങ്ങളുടെ വീട് സന്ദർശിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പണ്ടൊരു കുടുംബം പറഞ്ഞൊരു സെന്റൻസ് ആണത്. ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ നിങ്ങൾ സംബന്ധിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്ന, സ്വർഗം താണിറങ്ങി വരുന്ന സമയമാണ്. നമ്മൾ ഇത് വല്ലതും ചിന്തിക്കുന്നുണ്ട് ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത്? അങ്ങനെ ഒരു പ്രതിഭാസം നടക്കുന്നുണ്ട്. പ്രാർത്ഥന നടക്കുന്ന സമയത്ത് പ്രാർത്ഥന പഴയ നിയമത്തിൽ പ്രഭാഷകന്റെ പുസ്തകത്തിലുണ്ട്, അത് മേഘങ്ങൾ തുളച്ചു കയറും സ്വർഗത്തോളം എത്തുകയാണ്. പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സ്വർഗം തുറക്കാനുള്ളൊരു താക്കോൽ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. വീണ്ടും ചില വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. ലൂക്കായുടെ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 28 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 9 വേഴ്സ് 28 to 31 നമുക്ക് വായിക്കാം. അവനിത് പറഞ്ഞിട്ട് ഏകദേശം 8 ദിവസങ്ങൾ കഴിഞ്ഞ് പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി, വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. അപ്പോൾ 2 പേർ, മോശയും ഏലിയായും അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. അടുത്ത് തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവന്റെ കടന്നു പോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈശോ തെരഞ്ഞെടുക്കപ്പെട്ട അപ്പസ്തോലന്മാരെ ആയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്. കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഖഭാഗം മാറുന്നു, ദൈവത്തിന്റെ മഹത്വം വരുന്നു, സ്വർഗം തുറക്കപ്പെടുന്നു. ഏലിയായും മോശയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ കാണുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതൊന്നും ഓർക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കൂട്ടിക്കൊണ്ടിരിക്കാൻ അല്ല. ഒരു പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇവിടെ ഇരുന്ന് വിദേശത്തുള്ള സ്വന്തം മക്കളെ ഓർത്ത് കണ്ണുനീരോടെ അപ്പനും അമ്മയും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൂരദേശത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചിനെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാവോ? സ്വർഗം അവിടെ തുറക്കപ്പെടുന്ന സമയമാണ്. അതുകൊണ്ട് ഒരു പക്ഷേ കൊർന്നേലിയോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ പത്രോസിന്റെ വീട്ടിലും കൂടെ സ്വർഗം തുറക്കപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗം തുറക്കപ്പെടുന്ന സമയം അറിയണം. ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഒരു സ്ഥലത്ത് പോയി അകപ്പെട്ട് സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ യേശുവിന്റെ തിരുരത്വത്തെ ക്ലാസ് എടുക്കുന്ന സുനിത സിസ്റ്റർ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു വ്യക്തി, ഒരു സഹോദരൻ അപകടത്തിൽപ്പെട്ടു. അങ്ങനെ അപകടത്തിൽപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ വേറൊരു ചതിക്കുഴിപ്പെട്ടതാണ്.
അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വർഗം കൊണ്ട് തുറന്ന ആ വ്യക്തി രക്ഷിച്ച കാര്യം പറഞ്ഞ് ഉറക്കാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, രക്ഷപ്പെടാൻ പറ്റാത്തൊക്കെ ഇരിക്കുന്ന ചില അവസ്ഥകളിൽ നമ്മൾ ജപമാല എടുത്ത് ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗം അങ്ങ് തുറന്നിട്ട് സ്വർഗത്തിൻ്റെ ദൂതന്മാര് ആ കാര്യങ്ങൾ ഇടപെടുന്ന സമയമാണത്. പ്രാർത്ഥന നിസ്സാരമായിട്ട് കണക്കാക്കരുത്. അതുകൊണ്ട് സ്വർഗം തുറക്കപ്പെടാനുള്ള താക്കോല് ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. താക്കോല് കീശയിലിട്ട് ചുമ്മാ നടന്നിട്ട് കാര്യമില്ല, ഇടയ്ക്കിടയ്ക്ക് തുറക്കണം. Praise the Lord. Praise the Lord. Hallelujah. 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 Praise the Lord. Praise the Lord. ഒരുപക്ഷെ ഒരുപാട് വൈദികർ സമർപ്പിത ശുശ്രൂഷയിൽ ഇപ്പം സംബന്ധിക്കുന്നുണ്ടാവും. എൻ്റെ സഹോദരങ്ങളെ, ആരാധന കർമ്മം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന മാത്രമല്ല, യാമപ്രാർത്ഥനകളും ആരാധനക്രമത്തിൻ്റെ ഭാഗം തന്നെയാണ്. നമ്മൾ ശരിക്കും സപ്ര, ലലിയ, റംശ എന്ന യാമപ്രാർത്ഥനകൾ ഒക്കെ ചെല്ലുന്ന സമയത്ത് സ്വർഗം തുറക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടാമത് ബൈബിളിൽ സ്വർഗം തുറക്കപ്പെടുന്ന ഒരു രംഗം എന്ന് പറയുന്നത്, നമുക്ക് എളിമപ്പെടാനായിട്ടൊരു അവസരം കിട്ടിയാൽ അത് നന്നായിട്ട് എടുത്താൽ ആ സമയത്ത് സ്വർഗം തുറക്കപ്പെടും. Praise the Lord. Praise the Lord. 2 ദിനവൃത്താന്തം 7:14 എൻ്റെ നാമം പേർന്ന് എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും, തുറന്ന് പറയാണ്, തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങൾ പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഒരു വ്യക്തി തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് സ്വർഗം തുറക്കപ്പെടുന്ന സമയമാണ്. വീണ്ടും ഇതേ കാര്യം ബൈബിൾ പല സ്ഥലത്ത് ആവർത്തിക്കുന്നുണ്ട്. ദിനവൃത്താന്തത്തിന്റെ 2-ാമത്തെ പുസ്തകത്തിൽ തന്നെ 34-ാമത്തെ അധ്യായത്തിൽ 27-ാം തിരുവചനം, ഈ സ്ഥലത്തിനും ഇവിടുത്തെ നിവാസികൾക്കും എതിരായ വാക്കുകൾ കേട്ടപ്പോൾ നീ അനുതപിക്കുകയും ദൈവമായി എൻ്റെ മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും വസ്ത്രം കീറുകയും വിലപിക്കുകയും ചെയ്തതിനാൽ ഞാൻ നിന്റെ യാചന ചെവിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു രാജാവിനോട് പ്രവാചകൻ വന്ന് വലിയ അനർത്ഥം ഉണ്ടാകും, നിനക്കും നിന്റെ ജനത്തിനും വലിയ വലിയ അനർത്ഥം വരാൻ വേണ്ടി പോകുന്നെന്ന് പറഞ്ഞപ്പോൾ അവൻ അതേപോലെ അനുദപിച്ചു. കഴിഞ്ഞില്ല, എളിമപ്പെടുത്തി. Praise the Lord. Praise the Lord. സ്വർഗം തുറക്കപ്പെട്ടു. ദാനിയേൽ പ്രവചനം 10-ാമത്തെ അധ്യായത്തിൽ 12-ാം തിരുവചനം, ബുക്ക് ഓഫ് ഡാനിയേൽ ചാപ്റ്റർ 10 വേഴ്സ് 12, അവൻ പറഞ്ഞു, ദാനിയേലേ ഭയപ്പെടേണ്ട, ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിൻ്റെ മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ദാനിയേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ വരികയാണ്. എന്താ ദാനിയേൽ ചെയ്തത്? അത് ദാനിയേൽ 10-ന്റെ തുടക്ക ഭാഗത്തിനുണ്ട്. ദാനിയേൽ വിലാപ വസ്ത്രം ധരിച്ച്, ചാക്കൊടുത്ത്, ചാരം പൂശി, മറ്റു തരത്തിലുള്ള ആഘോഷങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച് തങ്ങളെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ സെക്കൻഡ് മുതൽ പ്രാർത്ഥന കേട്ടു. അപ്പൊ സ്വർഗം തുറക്കപ്പെടുന്ന സമയമാണ് എളിമപ്പെടുന്ന സമയം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിന്റെ 13 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ, യേശു യോഹന്നാന്റെ സ്നാനം സ്വീകരിക്കാൻ ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവെന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കാൻ നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞ ഉടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാപന്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിന്തിച്ചു നോക്ക സഹോദരൻ, ഈശോ മിശിഹ സ്നാപക യോഹന്നാന്റെ മുൻപിൽ സ്നാനം സ്വീകരിക്കാൻ പോയി നിൽക്കുന്ന രംഗം നിങ്ങളൊന്ന് ഭാവനയെ കണ്ടേ അല്ലേ? സാധാരണ ആൾക്കാരുടെ കൂടെ. അപ്പൊ യോഹന്നാൻ പറഞ്ഞു, ദൈവമേ ഗുരു, അങ്ങ് എന്നൊരു സ്നാനം സ്വീകരിക്കും, എന്താ ഇത്? ഇപ്പോഴിതാണ് ദൈവനീതി. സ്വർഗം തുറക്കപ്പെട്ടു. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും ബൈബിളിൽ സ്വർഗം തുറക്കപ്പെടുന്നതിന് സമയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരു മനുഷ്യൻ ക്ഷമിക്കുന്ന സമയത്ത് സ്വർഗം തുറക്കപ്പെടും. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 7-ാമത്തെ അധ്യായത്തിൽ 54 മുതൽ 57 വരെയുള്ള തിരുവചനങ്ങൾ, അവരിത് കേട്ടപ്പോൾ അവൻ്റെ നേരെ കോപാക്രാന്തരായി പല്ല് കടിച്ചു.
എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവൻ്റെ നേരെ ഒന്നാകെ പാഞ്ഞെടുക്കുകയും ചെയ്തു. അടുത്ത വചനം 7:60. അവൻ മുട്ടുകൊത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്. ഇത് പറഞ്ഞ് അവർ മരണനിദ്ര പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധ എസ്തഫാനോസ് സെന്റ് സ്റ്റീഫൻ ഒരു ഡീക്കൻ എന്ന നിലയിൽ ഒരുപാട് ആത്മീയ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊന്നും സ്വർഗം തുറക്കപ്പെട്ടതായിട്ട് ബൈബിൾ പറഞ്ഞിട്ടില്ല. പിന്നെ എപ്പോഴാ ശരീരത്തിന് നേരെ കരിങ്കൽ ചീളുകൾ വന്ന് തറച്ചപ്പോ യേശു കുരിശിൽ ആവർത്തിച്ചു അതേ പ്രാർത്ഥന ആവർത്തിച്ചു, പിതാവേ, ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുത്, ഇവരെ ക്ഷമിക്കണമേ. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാണ് പാട്ടിന് വരിയില്ലേ, സ്വർഗം തുറക്കാനുള്ള താക്കോലാണ് ക്ഷമ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്ഷമിക്കാൻ ദിവസത്തെ നാഴികയ്ക്ക് 40 വട്ടം അവസരമില്ലേ? ഒന്ന് ക്ഷമിച്ചാൽ ആ സെക്കൻഡ് സ്വർഗം തുറക്കപ്പെടില്ലേ? എളിമപ്പെടാൻ എന്താണ് എളിമപ്പെടാൻ അവസരത്തിന് കുറവ്? എത്രയോ തവണയാണ് ദിവസം ഒന്ന് എളിമപ്പെട്ടാൽ അപ്പൊ സ്വർഗം തുറക്കപ്പെടുകയല്ലേ? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുകയല്ലേ? സ്വർഗം തുറക്കപ്പെട്ടാൽ നേരിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കില്ല എൻ്റെ സഹോദരങ്ങളെ. അതുകൊണ്ട് പ്രാർത്ഥന മാത്രം പോരാ, എളിമപ്പെടണം, ക്ഷമിക്കണം. അങ്ങനെ സ്വർഗം തുറക്കപ്പെട്ട് കൃപ വർഷിക്കപ്പെടുന്ന വലിയൊരവസ്ഥ നമുക്കുണ്ടാകട്ടെ. നൂറ്റി സങ്കീർത്തനം 26 തിരുവചനം. ഞാൻ എൻ്റെ അവസ്ഥ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. ദൈവമേ, പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പലപ്പോഴും പിന്നെയാട്ടെ എന്ന് മാറ്റിവെക്കും. പ്രാർത്ഥിക്കാൻ വഴി പല വിചാരങ്ങളും വ്യഗ്രത ഞങ്ങളെ കീഴ്പ്പെടുത്തുകയാണ്. ദൈവമേ, എപ്പോഴും മനസ്സിൽ ഓർക്കും, എളിമപ്പെടണം, മിണ്ടാതിരിക്കണം, തിരിച്ച് പറയണ്ട, സാരമില്ല, അങ്ങ് എടുക്കാം, ഒന്ന് താന്നു കൊടുക്കാം. പക്ഷേ പ്രവർത്തിക്കുന്നത് നേരെ ഓപ്പോസിറ്റാണ്. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിച്ചതെന്ന് സ്നേഹ പറയുന്നത് എത്രയോ കറക്റ്റാണ്, കൃത്യമാണ്. ദൈവമേ, പല പ്രാവശ്യം ക്ഷമിക്കാം തീരുമാനമെടുക്കും. പക്ഷെ ഓരോ സംഭവങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വീണ് പോവുകയാണ്. എൻ്റെ കർത്താവേ, എന്നെ ഒന്ന് സഹായിക്കണം. എൻ്റെ ശിരസിന് മേൽ സ്വർഗം തുറക്കപ്പെടുന്ന എത്രയോ സമയങ്ങൾ ഞാൻ വെറുതെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. സ്വർഗം തുറക്കപ്പെട്ടാൽ ഒരു കാര്യം ഉറപ്പാണ്. 1, നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും. 2, കൃപ വർഷിക്കപ്പെടും. നമ്മുടെ പ്രാർത്ഥനകൾ ക്ഷമിക്കാനൊരു അവസരം കിട്ടിയിട്ട് അപ്പോൾ ദൈവത്തോട് കാര്യം പറഞ്ഞാൽ അവിടെ തീർച്ചയായും തീരുമാനമുണ്ട്. എളിമപ്പെടാൻ ഒരു അവസരം കിട്ടി നന്നായിട്ട് എടുത്ത് ഈശോയുടെ കാര്യം പറഞ്ഞേ, പ്രാർത്ഥനയുടെ സമയത്ത് അത്ഭുതകരമായ കൃപ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കും. കർത്താവ്, പറ്റുന്നില്ല കർത്താവ്, എന്നെ സഹായിക്കണം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവേ, ബൈബിളിൽ അനേകർ പ്രാർത്ഥിച്ചു, കരുണാമയന കർത്താവ്, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ദൈവമേ, ഈ ഒരു അവസ്ഥയുടെ മേൽ കരുണ തോന്നി കൈനീട്ടി കൃപ വർഷിക്കണമേ. കരുണാമയ ദൈവപുത്ര, കാരുണ്യം ചൊരിയൂ നാഥ. കരുണാമയ ദൈവപുത്ര, കാരുണ്യം ചൊരിയൂ